BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലെ 2 പണിപ്പുര ടാസ്കിൽ ഒരു പണിപ്പുര ടാസ്ക് അനീഷ് കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എന്നിവർക്ക് നൽകിയ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ റാങ്കിംഗ് എന്ന ടാസ്ക് ആയിരുന്നു. ഈ ടാസ്കിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് 20 സെക്കൻഡും 2-ാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് 15 സെക്കൻഡും ബാക്കി 17 പേർക്കും 10 സെക്കൻഡ് വീതമായിരുന്നു പണിപ്പുരയിൽ കയറാനുള്ള അവസരം. അതുകൂടാതെ എല്ലാവർക്കുമായി ലഭിച്ചിരുന്നത് 1000 പോയിന്റുമായിരുന്നു. എന്നാൽ ഈ ടാസ്കിൽ ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് റാങ്കിങ് എന്ന ഈ ടാസ്ക് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരുന്നത് വെറും 1 മണിക്കൂറുകൾ മാത്രമായിരുന്നു. ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പണിപ്പുര ടാസ്ക് ക്യാൻസൽ ആകുകയും ചെയ്യും. സ്റ്റാർട്ടിംഗ് ബസർ അടിച്ചതു മുതൽ അനീഷ് 1-ാം സ്ഥാനത്തിന് വേണ്ടി പൊരുതുകയായിരുന്നു. മറ്റാരും പറയുന്നത് കേൾക്കാതെ അനീഷിന് 1-ാം സ്ഥാനം വേണം, അനീഷ് 1-ാം സ്ഥാനത്തിന് അർഹനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ബാക്കി 18 പേരും അതൊന്നും കേൾക്കാതെ അവരവർക്ക് ഏത് സ്ഥാനമാണ് വേണ്ടത്, അത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടതെന്നൊക്കെ മറ്റ് ടീം അംഗങ്ങളോട് പറയുകയായിരുന്നു. ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം 1-ാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തി സോഫയുടെ ഇടതുവശത്തു നിന്ന് തുടങ്ങി 19-ാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തി സോഫയുടെ വലതുവശത്ത് എന്ന രീതിയിലാണ് ഇരിക്കേണ്ടത്. അതിനാൽ തന്നെ അനീഷ് ടാസ്ക് തുടങ്ങിയതു മുതൽ സോഫയുടെ ഇടതുവശത്ത് നിൽക്കുകയായിരുന്നു. സോഫയുടെ ഇടതുവശത്ത് ഇരിക്കാൻ അനീഷിനെ ആരും സമ്മതിച്ചിരുന്നില്ല. പിന്നീട് അനീഷ് തന്നെ ഒരു കുഷൻ കൊണ്ടുവന്നിട്ട് ആ സൈഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാലും ആരും 1-ാം സ്ഥാനം നൽകാൻ തയ്യാറായില്ല. അതിനിടയിൽ പലരും അനീഷിനെ സോഫയുടെ ഇടതുവശത്ത് നിന്ന് മാറ്റുന്നതിനായി കുഷനിൽ നിന്നും അനീഷിനെ ഉന്തി താഴെ ഇടുന്നൊക്കെയുണ്ട്. അനീഷിന്റെ ഒറ്റയ്ക്കുള്ള വാദം കാരണം ആർക്കും സംസാരിക്കാൻ സാധിക്കാത്തത് കാരണം പുതിയ ക്യാപ്റ്റനായ ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും പ്ലാസ്മ ടിവിയുടെ മുൻപിൽ ചേർന്ന് ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം 1-ാം സ്ഥാനത്ത് ആര്യനും 2-ാം സ്ഥാനത്ത് നെവീനുമാണ്. അവരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണമായി ഷാനവാസ് പറയുന്നത് അവരുടെ കയ്യിൽ ഓൾറെഡി ബാഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അക്സസറീസും മേക്കപ്പും ഡ്രസ്സും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതിനാൽ തന്നെ അവരെ രണ്ടുപേരെയും ആദ്യം പണിപ്പുരയിൽ വിടുകയാണെങ്കിൽ അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനത്ത് ആര്യനെയും 2-ാം സ്ഥാനത്ത് നെവിനെയുമാണ് തിരഞ്ഞെടുത്തത്. ഷാനവാസിന്റെ ഈ തീരുമാനം ബാക്കി കുടുംബാംഗങ്ങളെല്ലാം കൈയടിച്ചു പാസ്സാക്കിയെങ്കിലും അപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെടുകയും ഇത് ഭൂരിപക്ഷം നോക്കിയെടുക്കേണ്ട തീരുമാനമല്ലെന്നും ഏകകണ്ഠമായി എടുക്കേണ്ടതാണെന്നും പറഞ്ഞു. പിന്നീട് യാതൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡ്രസ്സും ഫുഡും ആവശ്യമായതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഷാനവാസ് അനീഷിന്റെ വാശിക്ക് കീഴടങ്ങിക്കൊണ്ട് അനീഷിന് 1-ാം സ്ഥാനം നൽകി. 2-ാം സ്ഥാനം ആര്യനും നൽകി. അല്ലെങ്കിൽ ഒരിക്കലും അനീഷ് മറ്റ് തീരുമാനങ്ങൾക്ക് സമ്മതിക്കില്ലെന്നും ഈ 1 മണിക്കൂർ എന്നുള്ള സമയം അനീഷ് അപകരിക്കുമെന്നും ഷാനവാസിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഷാനവാസ് 1-ാം സ്ഥാനം നൽകി. എന്നാൽ മറ്റ് ടീം അംഗങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലാവരും എതിർത്ത് സംസാരിച്ചു. പിന്നീട് ഫുഡിന്റെ കാര്യം ഓർത്തപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അനീഷിന് 1-ാം സ്ഥാനം കൊടുത്തത് സമ്മതിച്ചുവെങ്കിലും ജിസേലിനും ശരത്തിനും അപ്പോഴും ആ തീരുമാനത്തിൽ ഒട്ടും തന്നെ തൃപ്തരായിരുന്നില്ല. അനീഷിന് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് പണിപ്പുരയിൽ പോയി കിട്ടുന്ന ഡ്രസ്സും ഫുഡും ഒന്നും അവർക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അപ്പോഴാണ് ജിസേൽ ഷാനവാസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ടാസ്കിൽ 1-ാം സ്ഥാനം അനീഷിന് കൊടുത്ത് അനീഷ് പണിപ്പുരയിൽ പോകുകയാണെങ്കിൽ ബിഗ് ബോസ് ഈ ആഴ്ചയിൽ നോമിനേഷന് അനീഷിനെ ഇടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുമെന്ന്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഈ ആഴ്ചയിലെ പണിപ്പുര ടാസ്കിൽ ഒരെണ്ണം റദ്ദായാലും കുഴപ്പമില്ല എന്ന തീരുമാനത്തിൽ മറ്റുള്ളവരെല്ലാം എത്തുകയും അനീഷിന് 1-ാം സ്ഥാനം നൽകുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴും അനീഷ് 1-ാം സ്ഥാനത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരുന്ന ടാഗിൽ 1-ാമത്തെ ടാഗ് ശരത്തും 2-ാമത്തെ ടാഗ് ആര്യനും ഇട്ടു. എന്നാൽ കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം ഏകകണ്ഠമായി ഇവരൊരു തീരുമാനം എടുക്കാത്തതിനാൽ തന്നെ ഈ ആഴ്ചയിലെ ആദ്യത്തെ പണിപ്പുര ടാസ്ക് റദ്ദായി. എന്നാൽ എല്ലാവരും തന്നെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും തന്നെ പണിപ്പുര ടാസ്ക് റദ്ദായതിൽ കൈയടിച്ച് തന്നെയാണ് പാസ്സാക്കിയത്. കാരണം അനീഷിന്റെ വാശി ജയിക്കാതെ അനീഷിന് 1-ാം സ്ഥാനം നൽകാത്തത് കൊണ്ട് തന്നെ. എന്നാൽ അനുമോൾക്ക് മാത്രം ഇതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 10 സെക്കൻഡെങ്കിൽ 10 സെക്കൻഡ് എല്ലാവർക്കും പണിപ്പുരയിൽ കയറി അവരവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എടുക്കാൻ കിട്ടിയൊരു അവസരമായിരുന്നു. അത് അനീഷിന് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ട എന്ന അഭിപ്രായമായിരുന്നു അനുമോൾക്ക്. എന്നാൽ അനുമോളോട് മറ്റുള്ളവർ പറയുന്നുണ്ട് അനീഷിന്റെ വാശിക്ക് ഇപ്പോൾ നമ്മൾ 1-ാം സ്ഥാനം അനീഷിന് നൽകിയാൽ അവൻ അടുത്ത ടാസ്കിലും ഇതേ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കും. ഇതുപോലെ വാശി പിടിച്ചിരുന്നാൽ പിന്നീട് അടുത്ത ടാസ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും അനീഷിന് 1-ാം സ്ഥാനം വേണമെന്ന വാശിയും അനീഷിന് 1-ാം സ്ഥാനം കൊടുക്കില്ല എന്ന് മറ്റ് കണ്ടസ്റ്റൻസിന്റെ വാശിയും കാരണം ഈ 2-ാമത്തെ ആഴ്ചയിലെ 1-ാമത്തെ പണിപ്പുര ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ്.